السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ, നാം പ്രതീക്ഷിക്കുന്നത് പോലെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതയുള്ള, വളരെയധികം ശ്രേഷ്ഠതയുള്ള, ഗൗരവത്തിൽ അവൻ കണക്കാക്കുന്ന സമയമാണ് റമളാൻ എന്നത്. ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഈ വർഷത്തെ റമളാനിലേക്ക് നാം പ്രവേശിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം നമ്മുടെ സ്വന്തത്തിൽ ചിന്തിക്കേണ്ട, നാം ഗൗരവത്തിൽ ആലോചിക്കേണ്ട ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നാം ഇന്നത്തെ ദർസിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ഉപകാരം ലഭിക്കുന്ന, ഏറ്റവും പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഒരു റമളാനാക്കി ഇത് ഈ റമളാൻ മാറ്റുമാറാകട്ടെ. സ്വഹാബികൾ, സലഫുസ് സ്വാലിഹീങ്ങൾ, അവർ റമളാനിനെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്നതായി നമുക്ക് കാണാം. സലഫുകളിൽപ്പെട്ട മഅല ബിൻ ഫദ്ൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ട്, കാനു, സ്വഹാബികളെ പറ്റിയിട്ട്, സ്വഹാബികൾ യദ്ഊന അല്ലാഹ സിത്തത അശ്ഹുരിൻ അൻ യബ്ലുഗഹും റമളാൻ, റമളാനിലേക്ക് എത്തിക്കണമേ എന്ന് റമളാനിന് മുൻപുള്ള 6 മാസം മുമ്പ് തന്നെ അവർ ദുആ ചെയ്ത് തുടങ്ങുമായിരുന്നു. അതുപോലെ ثم يدعونه 6 أشهر أن يتقبله منهم, റമളാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസം റമളാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന് അവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോ ഒരു മുസ്ലിമിന്റെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിന്റെ ഒരു വർഷത്തിന്റെ ആ ഭാഗം മുഴുവൻ റമളാനുമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ക്രമീകരിക്കാൻ പരിശ്രമിക്കുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, റമളാനായി കഴിഞ്ഞാൽ റമളാനിൽ നമ്മൾ കൂടുതൽ ഇബാദത്തുകളിലും ഖുർആൻ പാരായണത്തിനുമെല്ലാം മുഴുകിക്കഴിഞ്ഞ് റമളാനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈമാനികമായിട്ടുള്ള ഒരു സമാധാനവും ഒരു രക്ഷയുമെല്ലാം നാം അനുഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഏറ്റവും നല്ല ഈമാനികമായ ഒരു അവസ്ഥ, സമാധാനം നമുക്കുണ്ടാകുന്ന ഒരു കാലം എന്നുള്ളത് റമളാനിലാണ്. അപ്പൊ അത്രയും ഗൗരവത്തിൽ മുൻഗാമികൾ റമളാനിനെ കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും റമളാനായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അതാകും റമളാൻ ഷഹ്റുൻ മുബാറകുൻ, ഷഹ്റുൻ മുബാറകുൻ, ഇതാ നിങ്ങളിലേക്ക് റമളാൻ വന്നെത്തിയിരിക്കുന്നു, ബറക്കത്ത് നിറഞ്ഞിട്ടുള്ള മാസം. ഫറളല്ലാഹു അസ്സ വജൽ അലൈക്കും സിയാമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അതാ ഈ മാസത്തിൽ തുറക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അതാ അടക്കപ്പെടുന്നു. നേരത്തെ പറഞ്ഞത് സ്വർഗത്തിന്റെ കവാടങ്ങൾ ഉദ്ദേശിച്ചുകൂടിയാണ് തുറക്കുന്നത്. വതുഗല്ലു ഫീഹി മറദത്തുശ് ശയാത്തീൻ, പിശാചുക്കളിൽ പ്രധാനികളായിട്ടുള്ളവരെല്ലാം ബന്ധിതരാക്കുന്ന സമയമാണ് ആ മാസം. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹ്റിൻ, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആർക്കാണോ അതിന്റെ ഖൈറുകൾ തടയപ്പെടുന്നത് അവനാണ് യഥാർത്ഥത്തിൽ തടയപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അപ്പൊ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ
നാം റമളാനിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുക എന്നുള്ളത് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരുങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ റമളാനിൽ നിന്ന് ഗുണം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, റമളാനിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്നൊരു കാര്യത്തിലേക്ക് നാം ഒരുങ്ങുക അല്ലെങ്കിൽ ഒരു ശ്രദ്ധയുമില്ലാതെ ആരംഭിക്കുക എന്നുള്ളത് നമുക്കതിൽ നഷ്ടം സംഭവിക്കാറുണ്ട്. പലപ്പോഴും ഉലമാക്കൾ പറയാറുള്ളത് പോലെ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ കച്ചവടക്കാരന് ഏറ്റവും ലാഭം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സീസൺ ഉണ്ടാവും, ഒരു സമയം ഉണ്ടാവും, പ്രത്യേക സമയം, കൂടുതൽ കച്ചവടം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കച്ചവടക്കാരെ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്ന ഒരു സമയമാണതിന്. അവർ അതിനുവേണ്ടി പ്രത്യേകം ചരക്കുകൾ എടുക്കാൻ, പ്രത്യേകം സാധനങ്ങൾ കൊണ്ടുവരാൻ, എന്തൊക്കെ കച്ചവടങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അവർ പ്രതീക്ഷിക്കും. അത് പ്രതീക്ഷിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ കണക്കുകൂട്ടും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ ഏറ്റവും ഒരു മുഅ്മിനിന് ലാഭം നേടിയെടുക്കാവുന്ന സമയമാണ് റമളാൻ എന്നുള്ളത്. അപ്പോൾ ആ റമളാനിന് വേണ്ടി എന്തെല്ലാം ചരക്കുകളാണ് ഞാൻ അവിടെ വിറ്റഴിക്കേണ്ടത്, അല്ലെങ്കിൽ റമളാനിന് എന്തെല്ലാമാണ് ഞാൻ നേടിയെടുക്കേണ്ടത് എന്ന് മുൻകൂട്ടി കരുതി ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം യഥാർത്ഥ സത്യവിശ്വാസികൾ. എന്താണ് റമളാൻ ഇത്രത്തോളം ഫദ്ല് വരാനുള്ള കാരണം? നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമാണ് റമളാൻ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹി അൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹഖും ബാത്തിലും വേർതിരിച്ച് വ്യക്തമായ ഒരു മനുഷ്യന് ശരിയും തെറ്റും മനസ്സിലാക്കി കൊടുക്കുന്ന ഖുർആൻ ഒരു നേർമാർഗമായിട്ട് വഴികാട്ടിയായിട്ട് ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ. ഇവിടെ ഖുർആൻ മാത്രമല്ല, മുൻപ് ഇറങ്ങിയിട്ടുള്ള എന്തെല്ലാം വേദഗ്രന്ഥങ്ങളുണ്ടോ അതെല്ലാം ഇറക്കപ്പെട്ടിട്ടുള്ളത് റമളാനിലാണ് എന്നൊരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത് സുഹ്ഫ് ഇബ്രാഹിം അലൈഹിസ്സലാം ഫി അവ്വലി ലൈലത്തി മിൻ റമളാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവിടുന്ന് ഇറക്കപ്പെട്ട ഏടുകൾ ഇറക്കപ്പെട്ടത് റമളാനിലെ ആദ്യത്തെ ദിവസത്തിലാണ്. വഉൻസിലത്തിത് തൗറാത്ത് ലിസിത്തിൻ മദൈന മിൻ റമളാൻ. തൗറാത്ത് ഇറക്കപ്പെട്ടത് റമളാനിലെ 6 ദിവസത്തിന് ശേഷം 6ാമത്തെ ദിവസമാണ്. വൽ ഇൻജീലു ലി13 ഖലത് മിൻ റമളാൻ. ഇൻജീൽ ഇറക്കപ്പെട്ടത് റമളാനിലെ 13 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ആ സമയത്താണ്. വഉൻസില അൽ ഫുർഖാൻ ലി24 ഖലത് മിൻ റമളാൻ. ഖുർആൻ ഇറങ്ങിയത് റമളാനിൽ 24 ദിവസങ്ങൾക്ക്, റമളാനിൽ 24ലാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളിലും റമളാനിലാണ്. അപ്പൊ എല്ലാ വേദഗ്രന്ഥങ്ങളും അതുപോലെയുള്ള കിതാബുകളും ഏടുകളും എല്ലാം അള്ളാഹു ഇറക്കിയ ഒരു മാസമാണ് എന്ത്? റമളാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ റമളാനിൽ ഇബാദത്തുകളിൽ വളരെ ശ്രേഷ്ഠമായ നോമ്പ് നിർബന്ധമാക്കുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് നമ്മൾ റമളാനിന് ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം അന്നിയ്യത്തുൽ ഖാലിസ, നിഷ്കളങ്കമായിട്ടുള്ള നിയ്യത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. നിയ്യത്ത് നമുക്കറിയാം, ഏതൊരു കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് ആ കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ നിയ്യത്ത് എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് പ്രശസ്തമായ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഏതൊരു കർമ്മവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നതും പ്രതിഫലം നൽകപ്പെടുന്നതും. രണ്ടും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയ്യത്ത് സ്വീകരിക്കണമെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതുപോലെ തന്നെ ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് പ്രതിഫലം അള്ളാഹു തആല നൽകുന്നതും. ഓരോ ആളുകൾക്കും അവൻ എന്താണോ നിയ്യത്ത് വെച്ചത് അതാണ് ഉണ്ടാവുക. അപ്പൊ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാളെ നരകത്തിലേക്ക് ആദ്യമായി എറിയപ്പെടുന്ന 3 കൂട്ടരെ പറ്റി പറയുന്ന ഹദീസിൽ അതിൽ ഷഹീദായ വ്യക്തിയും അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയും ധാരാളം ദാനധർമ്മങ്ങൾ നിർവഹിച്ച വ്യക്തിയുമാണ് എന്ന് പറയുമ്പോൾ ആ 3 കർമ്മങ്ങളും ശ്രേഷ്ഠമായിട്ടും അവരുടെ നിയ്യത്തിൽ അവർക്ക് പാളിച്ച വന്നതുകൊണ്ട്, ഭൗതികമായ കാര്യങ്ങൾ മാത്രം നിയ്യത്തായി വെച്ചതുകൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയാണ് ആ പറയുന്നത്. അപ്പോ നിയ്യത്ത് ഉണ്ടായിരിക്കണം. എന്താണ് നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോമ്പിന്റെ നിയ്യത്ത് വെക്കുക എന്നാണോ? അതല്ല ഉദ്ദേശിക്കുന്നത്. അത് നോമ്പിന്റെ അഹ്കാമുകളായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ നിയ്യത്ത് എന്ന് പറയുമ്പോൾ ഈ റമളാനിൽ എനിക്ക് ഇന്നാലിന്ന കർമ്മങ്ങൾ ചെയ്യണം, ഇന്നാലിന്ന കാര്യങ്ങൾ നേടിയെടുക്കണം
ഇന്നാലിന്ന പോലെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഇന്നാലിന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തണം, ഈ റമദാൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇങ്ങനെയെല്ലാം എനിക്ക് മാറണം എന്നുള്ള നിയ്യത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടാവുക. അത് നിഷ്കളങ്കമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. വെറുതെ പറയലല്ല, വെറുതെ ആളുകൾക്ക് മുമ്പിൽ പറയലോ ആളുകളെ കാണിക്കലോ അല്ല. നമ്മളും അള്ളാഹുവുമായിട്ടുള്ള ഇടയിൽ ആ നിയ്യത്തിനെ നന്നാക്കി എടുക്കുക. ഈ റമളാനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ റമളാൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യുന്ന, ഇത്ര ഖുർആൻ പാരായണം ചെയ്യണം, രാത്രി നിസ്കാരങ്ങൾ ഇത്ര നിർവഹിക്കണം, അതുപോലെ തന്നെ ഇബാദത്തുകൾ ഇത്ര വർദ്ധിപ്പിക്കണം, അതുപോലെ ഓരോ മേഖലയിലും ദാനധർമ്മങ്ങൾ ഇത്ര ചെയ്യണം. അങ്ങനെ നിയ്യത്ത് കൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നമ്മോടൊപ്പം റമളാനിൽ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളോ കുടുംബക്കാരോ അയൽവാസികളോ എല്ലാമായിട്ടുള്ള ധാരാളം ആളുകൾ ഈ റമളാനിൽ എത്തിയിട്ടില്ല. നമ്മൾ ഓരോരുത്തരും തന്നെയും ഈ റമളാനിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതിന്റെ ഇടയിലാണ് നമ്മുടെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് എങ്കിൽ റമളാൻ എത്താതെ നമ്മൾ മരണപ്പെട്ടു പോയേക്കാം. അല്ലാഹു തആല നമുക്ക് റമളാൻ എത്തിക്കുമാറാകട്ടെ. അപ്പോൾ ആ നിയ്യത്തോടു കൂടിയാണ് മരണപ്പെടുന്നത് എങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നല്ലാഹ കതബൽ ഹസനാത് വസ്സയ്യിആത് ثم ബയ്യന ذلك. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നന്മകൾ എന്താണ് പാപങ്ങൾ എന്നെല്ലാം കൃത്യമായി തന്നെ രേഖപ്പെടുത്തി. ഫമൻ ഹമ്മ ബിഹസനത്തിൻ فلم يعملها كتبها الله له عنده حسنة كاملة. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ അവന് ചെയ്തില്ല, എന്തൊക്കെയോ കാരണത്താൽ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ ഒരാള് എന്തെങ്കിലും സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷെ എന്തോ കാരണം കൊണ്ട് അവന് സാധിച്ചില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാനോ വേറെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാനോ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ അവൻ എന്തോ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലും കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില, അവനതൊരു പൂർണ്ണമായ നന്മയായിട്ട് അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്നാണ്. അവനൊരു ചെയ്ത നന്മയായിട്ട് അവൻ രേഖപ്പെടുത്തും. അവൻ ഇഖ്ലാസോട് കൂടി സത്യസന്ധമായിട്ട് നിയ്യത്ത് വെച്ചൊരു കാര്യം എന്തെങ്കിലും ചില കാരണങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരുമ്പോ അതവനൊരു നന്മയായി അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇന്ന് നിയ്യത്ത് വെക്കുമ്പോൾ ഇന്നാലിന കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള നിയ്യത്തുകൾ സത്യസന്ധമായി റമളാനിൽ നമ്മൾ വെക്കുമ്പോൾ ആ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ റമളാനിൽ നമുക്കൊരു രോഗം പിടിപെട്ടു, അല്ലെങ്കിൽ കിടപ്പിലായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായി, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായി, പക്ഷെ നമുക്ക് നന്മ നേടിയെടുക്കാവുന്ന ഒരു മാർഗമാണത്. നിയ്യത്തുകൾ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തിജാറത്തുൽ ഉലമ, പണ്ഡിതന്മാരുടെ കച്ചവടമാണ് നിയ്യത്ത് എന്ന്. അഥവാ അറിവുള്ള ആളുകൾ അവരുടെ നിയ്യത്ത് കൊണ്ട് കൂടുതൽ ലാഭം നേടിയെടുക്കാൻ, നേട്ടങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നല്ല നിയ്യത്തുകൾ നമുക്കുണ്ടായിരിക്കണം. എപ്പോഴാണ് നമ്മിലേക്ക് മരണം വന്നെത്തുക, എപ്പോഴാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോവുക എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ആ നിയ്യത്ത് നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഖുതുബയിൽ പറഞ്ഞ ചില വാക്കുകൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നക്കും ലം തുഖ്ലഖു അബസൻ വലൻ തുത്റകൂ സുദാ. നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നിരർത്ഥകമായിട്ടല്ല, ഒരു ഉദ്ദേശമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. നിങ്ങൾ വെറുതെ വിട്ടേക്കപ്പെടുകയുമില്ല. വഇന്ന ലക്കും മആദൻ യൻസിലുല്ലാഹു ഫീഹി ലിൽ ഫസ്ലി ബൈന ഇബാദിഹി. നിങ്ങൾക്കൊരു പരലോകമുണ്ട്. ആ പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇടയ്ക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഇറങ്ങുന്നതാണ്. ഫഖാബ വഖസിറ മൻ ഖറജ മിൻ റഹ്മത്തില്ലാഹ് അല്ലതി വസിഅത് കുല്ലു ഷൈഇൻ. എല്ലാത്തിനും വിശാലമായിട്ടുള്ള വസിഅത് കുല്ലു ഷൈഇൻ, എല്ലാത്തിനും വിശാലമായിട്ടുള്ള അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തായവനാണ് ഏറ്റവും നഷ്ടം പറ്റിയിട്ടുള്ളവൻ. വഹുരിമ ജന്നത്തുൻ അർദുഹ അസ്സമാവാതു വൽ അർദ്. അങ്ങനെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം അവന് തടയപ്പെടുന്നു. അലാ തറൗന അന്നകും ഫി അസ്ലാബിൽ ഹാലികീൻ. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ
നിങ്ങൾ മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളുടെ മുതുകിലുണ്ടായിരുന്നവരാണ് എന്ന്. എന്നിട്ട് പറയാണ്, നിങ്ങളും അതുപോലെ അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. നിങ്ങൾ ഇവിടെ സമ്പാദിച്ചതും അല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മറ്റുള്ളവർ അനന്തരമായി എടുക്കുന്ന അവസ്ഥയും ഉണ്ടാവും. നിങ്ങളതാ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആളുകളെ രാവിലെയും വൈകുന്നേരങ്ങളുമായിട്ട് മറമാടുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെടുന്ന ആളുകൾ, അവരുടെ ആയുസ് തീർന്നു പോയിട്ടുണ്ട്, അവരുടെ സമയം എത്തിപ്പോയിട്ടുണ്ട്. നിങ്ങൾ അവിടെ അവരെ ഇടുക്കിലേക്ക്, ഖബറിന്റെ ഇടുക്കിലേക്ക്, ഒരു വിരിപ്പോ ഒരു തലയണയോ ഒന്നുമില്ലാത്ത ആ ഇടുക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഇടുകയും ചെയ്യുന്നു. അവരെല്ലാ കുടുംബക്കാരെയും വിട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അവർ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് അവർ ചെയ്തു കൂട്ടിയത് മാത്രം അവരുടെ കൂടെ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് അവർ പോകുന്നത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നല്ല നിയ്യത്തുകളോട് കൂടി വേണം നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ആ നിയ്യത്ത് ഒരിക്കലും കപടത നിറഞ്ഞ നിയ്യത്തുകളാകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യസന്ധമായ ആഗ്രഹത്തോടു കൂടി വെക്കുന്ന നിയ്യത്തുകളായിരിക്കണം. അല്ലാതെയുള്ള നിയ്യത്തുകൾക്ക് അള്ളാഹുവിൽ നിന്നൊരു സഹായം നമുക്ക് ലഭിക്കില്ല. നിയ്യത്തിൽ കപടതയാണുള്ളത് എങ്കിൽ, കളവാണുള്ളത് എങ്കിൽ ആ നിയ്യത്ത് കർമ്മമാകാൻ അള്ളാഹുവിന് സഹായം ലഭിക്കില്ല. എന്നാൽ സത്യസന്ധമായ നിയ്യത്തോടു കൂടി ഒരാൾ പരിശ്രമിക്കുന്ന പക്ഷം അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ പറ്റി പറയുന്ന ഒരു സംഭവം കാണാം. സൂറത്ത് തൗബയിലെ 46-ാമത്തെ ആയത്തിൽ. യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അവർ എന്തൊക്കെയോ ഒഴിവ് പറഞ്ഞ് അവർ പിന്തിരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഇന്ന പോലെ ആൾക്കാർക്ക് രോഗമാണ്, എന്റെ കുടുംബം ഇവിടെ ഒറ്റക്കാവും, അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ പറയാം. പക്ഷെ അവരൊന്നും എന്ത് പറയുന്നത് എന്താ? അവർ യുദ്ധത്തിന് പുറപ്പെടാൻ ഉദ്ദേശിക്കാതെ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പറയാ. എന്നിട്ട് അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞ എന്താ അറിയോ? വലൗ അറാദു അൽ ഖുറൂജ ലഅദ്ദു ലഹു ഉദ്ദ. അവരെങ്ങാനും യഥാർത്ഥത്തിൽ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയവരാണ് എങ്കിൽ, ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അവർ അതിനുള്ള ഒരുക്കം നടത്തുമായിരുന്നു. പക്ഷെ അവരത് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല അവർ പുറപ്പെടുന്നത്. അള്ളാഹു അവർ പുറപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കി പുറപ്പെടാത്ത അവസ്ഥയിൽ അവരെ ഇരുത്തുകയാണ് അല്ലാഹു തആല ചെയ്തത് എന്ന് അല്ലാഹു തആല പറയാൻ. അപ്പൊ സത്യസന്ധമായ നിയത്തുണ്ടെങ്കിലേ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കുകയുള്ളൂ. അതുപോലെ സൂറത്ത് മുഹമ്മദിൽ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും. അവർ അള്ളാഹുവിനോട് സിദ്ഖ് കാണിച്ചിരുന്നു എങ്കിൽ അതായിരുന്നു അവർക്ക് ഖൈറായിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ പറയുന്ന വാക്ക് അത് സത്യസന്ധമാണ് എങ്കിൽ അള്ളാഹുവിനുള്ള സഹായം ലഭിക്കും, സംശയമില്ല. അതല്ല, കളവോടുകൂടിയാണ് നമ്മൾ നിയ്യത്ത് വെക്കുന്നത്, ഈ റമളാനിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് നിയ്യത്തുകളൊന്നുമില്ല. പ്രത്യേകിച്ച് നിയ്യത്ത് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. ഇനി നിയ്യത്ത് വെക്കുമ്പോ തന്നെ അല്ലെങ്കിൽ ആ ഉദ്ദേശങ്ങളൊക്കെ ചിലപ്പോൾ നാവ് കൊണ്ട് വെറുതെ മറ്റുള്ളവരോട് കൂടിയിരുന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ആഗ്രഹം നിയ്യത്ത് സത്യസന്ധമാണെങ്കിൽ തീർച്ച അള്ളാഹുവിൽ നിന്ന് അതിനൊരു സഹായം നമുക്ക് ലഭിക്കും. നമ്മൾ ധാരാളം കാര്യങ്ങൾ അതുപോലെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റേ സിദ്ഖിന്റെ ഹദീസ് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഇവിടെ 50 തറച്ച് മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്, എന്നിട്ട് അങ്ങനെ സ്വർഗത്തിൽ കിടക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? നീ ഈ പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് എങ്കിൽ ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ, അള്ളാഹു നിന്നോട് സിദ്ഖ് കാണിക്കും. നീ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അള്ളാഹു നിന്നോട് സിദ്ഖ് കാണിക്കും. എന്താ ഉണ്ടായത്? അടുത്ത യുദ്ധത്തിൽ എവിടെയാണോ ആ സഹാബി ചൂണ്ടിക്കാണിച്ചത് അവിടെ തന്നെ അമ്പ് തറച്ച അവസ്ഥയിലായിക്കൊണ്ട് ശരീരം കൊണ്ടുവന്ന് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ അള്ളാഹുവിനോട് സിദ്ഖ് കാണിച്ചു, അള്ളാഹു അവനോട് അതുപോലെ തന്നെ കാണിച്ചു. അപ്പൊ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ റമളാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും, അതിൽ നിന്ന് നാം നേട്ടങ്ങൾ നേടിയെടുക്കും. ഇത്രത്തോളം നന്മകൾ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങൾ നേടിയെടുക്കണം, ഇത്രത്തോളം തൗബ ചെയ്യണം, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല നിയ്യത്തുകൾ നമ്മുടെ ഖൽബിൽ വെക്കുക എന്നുള്ളതാണ്. അത് സിദ്ഖോടുകൂടിയും ഇഖ്ലാസോടുകൂടിയും ആവുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്.
രണ്ടാമത്തേത്, റമളാനിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തൗബത്തു സ്വാദിഖ, സത്യസന്ധമായിട്ടുള്ള തൗബ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത്. തൗബ എന്നുള്ളത് ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഔദാര്യ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പോലെ തൗബക്ക് അവസരം മറ്റുള്ള ഉമ്മത്തുകൾക്ക് ഉണ്ടായിട്ടില്ല. ബനൂ ഇസ്രായേലുകളുടെയൊക്കെ ചരിത്രത്തിൽ അവർക്ക് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തൗബക്കുള്ള അവസരം ഇന്നുള്ള പോലെ ഉണ്ടായിരുന്നില്ല. വളരെയധികം ഒന്നുകൂടി കടുപ്പമുള്ള നിയമങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇബ്നു ഖുദാമയുടെ ഖസസ് തൗവാബീൻ അതുപോലെയുള്ള കിതാബുകളിലെല്ലാം അവരുടെ ചില അസറുകൾ ഇസ്രായേലിയാത്തുകളെല്ലാം കൊടുത്തത് കാണാം. അവർക്ക് ഇതുപോലെ തൗബക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ മഹത്തായിട്ടുള്ള ഒരു ഔദാര്യമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പാപങ്ങൾ ചെയ്താൽ അതിന് തൗബ ചെയ്യാനുള്ള അവസരം അള്ളാഹു തആല ഒരുക്കിയിട്ടുണ്ട്. അപ്പോ തൗബ എന്നുള്ളത് റമളാനുമായി ബന്ധപ്പെട്ട് മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഏത് സമയത്തും ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൗബ എന്നുള്ളത്. പക്ഷെ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നുകൂടിയും ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ഈ സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള നമ്മുടെ പാപങ്ങൾ. അതിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു ഇസ്ലാഹ് നടത്തിക്കൊണ്ട്, ഇപ്പൊ സലഫുകൾ പറയാറുള്ളത് പോലെ തൂബ മൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ, റമളാനിന് മുമ്പ് സ്വന്തത്തെ നന്നാക്കിയവന്, ഇസ്ലാഹ് നടത്തിയവന് അവന് ആശംസ, മംഗളം, അവന് ധാരാളം പ്രതിഫലം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്നർത്ഥത്തിൽ. അപ്പോ ആ റമളാനിലേക്ക് കയറുമ്പോൾ ഒരു പാപക്കറയുമായിട്ട്, ഒരു പാപത്തിൽ തുടരുന്ന അവസ്ഥയിലായിക്കൊണ്ട്, മനസ്സിൽ പാപത്തിനോടുള്ള ഇഷ്ടം നിറച്ച അവസ്ഥയിലായിക്കൊണ്ടല്ല നമ്മൾ പ്രവേശിക്കേണ്ടത്. നമ്മൾ നല്ലൊരു സ്ഥലത്തിലേക്ക് പ്രവേശിക്കാൻ, ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു പുതിയ വീട് വെച്ചു എന്ന് വിചാരിക്കുക. നല്ലൊരു വീട് വെച്ച് നല്ല വൃത്തിയാക്കി ആ വീടിന്റെ ഒക്കെ ആദ്യം നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ ആരെങ്കിലും ചളിയിലെല്ലാം മുഴുകി, പിന്നെ കാലിലും കയ്യിലും എല്ലാം ചളിയും വൃത്തികേടുകളും ഇതെല്ലാമായിട്ട് ആ വീട്ടിലേക്ക് കയറാൻ നിൽക്കും? ഇല്ല. നമ്മളെന്താ ചെയ്യാ? ആ വീട്ടിലേക്ക് നല്ല രീതിയിൽ കയറുമ്പോൾ കാലൊക്കെ കഴുകി നല്ല വൃത്തിയിൽ, പിന്നെ ഒരു വൃത്തിയാക്കിയ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ അങ്ങനെ കയറുള്ളൂ. കാരണം എന്താണ്? അതെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ റമളാൻ പോലുള്ള ഇത്ര നല്ല പവിത്രമായിട്ടുള്ള ബറക്കത്ത് നിറഞ്ഞിട്ടുള്ള നന്മകൾ വാരിക്കോരി എടുക്കാൻ സാധിക്കുന്ന ഈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഖൽബും അതിനനുസരിച്ച് ശുദ്ധിയാകുന്ന അവസ്ഥയിലായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് സൽക്കർമ്മങ്ങളിൽ കൂടുതൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. തൗബ ചെയ്യാതെ പാപങ്ങളുമായിട്ട് മുഴുകുന്ന അവസ്ഥയിലായിക്കൊണ്ട്, പാപത്തിനോടുള്ള ഇഷ്ടമുള്ള അവസ്ഥയിലായിക്കൊണ്ട് തന്നെ നമുക്ക് സൽക്കർമ്മങ്ങൾ മുന്നേറാൻ സാധിക്കില്ല. പല ആളുകളും, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ്, ചില സമയങ്ങളിൽ നമുക്ക് ഇബാദത്തുകളോടൊക്കെ ഒരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ഇബാദത്തിന്റെ ആസ്വാദനങ്ങളില്ലായ്മ, രാത്രി നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ, സുന്നത്തായ നോമ്പുകൾ നോൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഖുർആൻ ഒരു പേജ് പാരായണം ചെയ്യുമ്പോഴേക്കും ഉറക്കം വരുന്ന അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, ഖുർആൻ കേൾക്കുമ്പോൾ അതിന്റെ ഒരു ആസ്വാദനം ലഭിക്കാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെയുള്ള കാരണം എന്താണെന്നറിയോ? ഇതുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള കാരണം പാപങ്ങളാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ സംഭവിക്കുന്ന പാപങ്ങളായിരിക്കാം. മനുഷ്യൻ ചെയ്യുന്നതിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും? അറിയാതെ ചെയ്യുന്ന പാപങ്ങളായിരിക്കും. അതിൽ തന്നെ ഓർമ്മയുള്ളതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും? മറന്നുപോയതായിരിക്കും. അതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുക. സലഫുകൾ വളരെയധികം സ്വാലിഹ്യങ്ങളായിരുന്ന സുഫിയാൻ തൗരി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞത് കാണാം, എനിക്ക് രാത്രി നിസ്കാരം തടയപ്പെട്ടു കുറച്ചു കാലത്തേക്ക്, ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് രാത്രി നിസ്കാരം തടയപ്പെട്ടു ഞാൻ ചെയ്ത ഒരു പാപം കാരണത്താൽ. അദ്ദേഹം വളരെ നന്മയിൽ അറിയപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ അറിയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. എന്ത് പാപമായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അതുപോലെ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, എനിക്ക് രാത്രി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോ ഹസൻ അൽ ബസ്രി റഹിമഹുള്ള തിരിച്ചു പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ചങ്ങലക്കിട്ടപ്പെട്ടിരിക്കുകയാണ്, നീ തടയപ്പെട്ടിരിക്കുകയാണ്, നിന്റെ പാപങ്ങളാൽ ചങ്ങലക്കിടപ്പെട്ട അവസ്ഥയിലാണ് നീ ഉള്ളത് എന്ന് പിന്നെ പറയുകയുണ്ടായി. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, ഇദാ കുൻത ലാ തസ്തതിഉ ഖിയാമൽ ലൈൽ വസിയാമൻ നഹാർ, രാത്രി നിസ്കരിക്കാനും പകലിൽ നോമ്പ് നോൽക്കാനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ
ഫഅലം അന്നക മഹ്ബൂസുൻ, നീ മനസ്സിലാക്കുക, നീ തടയപ്പെട്ടവനാണ്, നീ ബന്ധിതനാണ്. ഖദ് ഖയ്യദത്ക ദുനൂബുക, നിന്റെ പാപങ്ങൾ നിന്നെ ചങ്ങലക്കിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ പാപങ്ങളിൽ മുഴുകുന്ന അവസ്ഥയിലായിക്കൊണ്ട്, അത് തുടരുന്ന അവസ്ഥയിലായിക്കൊണ്ട് നമുക്ക് ഇബാദത്തുകൾക്ക് തൗഫീഖ് ലഭിക്കില്ല. ഇനി ഇബാദത്തുകൾ ബാഹ്യമായി ചെയ്താലും അതിൽ ലദ്ദത്ത് കിട്ടൂല. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, ഞാൻ പാപം ചെയ്തിട്ട് എന്റെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കുന്നുണ്ട്, എനിക്ക് ഭൗതികമായിട്ടുള്ള സുഖം കിട്ടുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വിൽക്കുന്നൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അവന് നഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാവും, അവന് ഈ ഇബാദത്തുകളിലൊന്നും ലദ്ദത്ത് കിട്ടുന്നുണ്ടാവില്ല, അവന് അതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, അതെന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരിക്കൽ വഹ്ബുബ്നു മുനബ്ബിഹ് റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, എപ്പോഴാണ് ഒരു ആൾക്ക് ഇബാദത്തിന്റെ മാധുര്യം നഷ്ടപ്പെടുക? പാപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ, പാപം ചെയ്തു കഴിഞ്ഞിട്ടുള്ള സമയത്താണോ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൻ ഇദാ ഹമ്മ ബിൽ മഅസിയ, അവൻ പാപം ചെയ്യുന്നതിനെ കുറിച്ച്, പാപത്തിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോ തന്നെ അവന്റെ ഇബാദത്തിന്റെ ലദ്ദത്ത് അവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് പിന്നെ നമ്മളിൽ അധിക പേർക്കും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വളരെയധികം സൂക്ഷിക്കുന്ന ആളുകളുണ്ട്, എന്നാൽ ധാരാളം ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇബാദത്തിലെ ലദ്ദത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതിനുള്ള കാരണം പാപങ്ങളാണ്. അതിനുള്ള പരിഹാരം എന്താണ്? സിദ്ഖോട് കൂടി സത്യസന്ധമായിട്ടുള്ള തൗബയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കയ്യിൽ രക്ഷയുടെ മാർഗമുണ്ടായിട്ടും നഷ്ടം വരുത്തുന്ന ഒരുത്തനെ കുറിച്ച് ഞാൻ അത്ഭുതം കൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് രക്ഷയുടെ മാർഗം ചോദിച്ചപ്പോൾ അത് ഇസ്തിഗ്ഫാറാണ്, തൗബയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാറും തൗബയും എന്നുള്ള മഹത്തായ അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ ഒരാൾ നാശത്തിലേക്ക് തന്നെ വീണു പോവുക എന്നുള്ളത് ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, റമദാനിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളും അള്ളാഹുമായിട്ട് മാത്രം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കുറെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം ഈ വിഷയങ്ങൾ, പരസ്പരം ഒരു നസീഹത്തായി ഓർമ്മപ്പെടുത്തലായിട്ട്. പക്ഷെ നമ്മൾ ഒറ്റക്ക് അള്ളാഹുമായിട്ടിരുന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഖൽബിൽ നിന്നുള്ള മുനാജാത്ത് കൊണ്ട് അള്ളാഹുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങേണ്ട, നല്ല നിയ്യത്തുകൾ വെക്കേണ്ട സമയമാണിത്. അല്ലാഹു തആല പറഞ്ഞതാണ്, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, നിങ്ങൾ വിജയികളായേക്കാം. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നിങ്ങൾ നസൂഹായിട്ടുള്ള തൗബ അള്ളാഹുവിലേക്ക് ചെയ്യുക. പാപം, നിങ്ങൾ ചെയ്യുന്ന പാപം അവസാനിപ്പിക്കുക, അതിൽ അതിയായ ഖേദമുണ്ടാവുക, ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന് ഉറച്ചു തീരുമാനിക്കുക. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടക്കുക എന്ന് പറഞ്ഞു. കാരണം ഒരു അടിമ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹു തആല പറഞ്ഞു, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്. അള്ളാഹുവാണ് തൗബ സ്വീകരിക്കുന്നവനും പാപങ്ങൾ പുറത്തെടുക്കുന്നവനും. വേറെ ആളിലേക്ക് നമുക്ക് പോകാനില്ല. നമ്മൾ എത്ര പാപം ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കിലേക്കല്ലാതെ മറ്റൊരാളിലേക്കും നമുക്ക് പോകാനില്ല. അതുകൊണ്ട് സത്യസന്ധമായ തൗബ ചെയ്യുന്നിടത്തോളം കാലം ആ അടിമ ഖൈറിലായിരിക്കും. അതിനുശേഷം പാപം സംഭവിക്കില്ല എന്നല്ല, എത്ര പാപം സംഭവിച്ചാലും തൗബയുടെ കവാടം അവന് തുറക്കുന്ന കാലത്തോളം അവന് ഏറ്റവും ഖൈറിലാണ്. അത് എപ്പോ തടയപ്പെടുന്നോ അപ്പോഴാണ് പിശാചിന് അവന്റെ മേലെ സന്തോഷം ഉണ്ടാവുക. എപ്പോഴെങ്കിലും ഒരു അടിമയ്ക്ക് എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരില്ല, എന്റെ പാപങ്ങൾ അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരില്ല എന്ന് തോന്നിത്തുടങ്ങിയോ പിന്നെ അവന് നാശമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, പിന്നെ പറയാണ്, അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ എന്ത് ചെയ്യുകയാണ്? പാപം ചെയ്യുകയാണ്. ഫഖാല, എന്നിട്ട് ആ പാപം സംഭവിച്ച് അവന് കുറ്റബോധം തോന്നി. അവൻ പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർ ലി ദംബി, അല്ലാഹു എന്റെ പാപം നീ പുറത്തു നൽകണമേ. ഫഖാല തബാറക വതആല, അല്ലാഹു തആല പറയും, അദ്നബ അബ്ദി ദംബൻ, എന്റെ അടിമ ഒരു പാപം ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിദ്ദംബ്, അവനറിയാം അവനൊരു റബ്ബുണ്ട്, ആ പാപം പുറത്തു കൊടുക്കാനും അതല്ലെങ്കിൽ ആ പാപത്തിനെ മേലെ അവനെ പിടികൂടാനും അർഹനായിട്ടുള്ള റബ്ബുണ്ട് എന്ന് അവനറിയാം എന്ന് അല്ലാഹു തആല പറയും. അഥവാ അള്ളാഹുവിനെ അറിയാം, അതുകൊണ്ട് പാപം പുറത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ കുറച്ചു കാലം പാപമൊന്നും ചെയ്തില്ല.
വീണ്ടും അവൻ പാപം ചെയ്തു. ഫഖാല, അവൻ പറഞ്ഞു, ഐ റബ്ബി ഇഗ്ഫിർ ലി ദംബി, റബ്ബേ ഞാൻ പാപം ചെയ്തു പോയി, എനിക്ക് നീ പുറത്തു നൽകണമേ. അല്ലാഹു തആല വീണ്ടും പറയും, അബ്ദി അദ്നബ ദംബൻ, എന്റെ അടിമ ഒരു പാപം ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിദ്ദംബ്, അവനറിയാം അവനൊരു റബ്ബുണ്ട്, പാപം പൊറുക്കാനും പാപത്തിന്റെ മേലെ പിടികൂടാനും അവന്റെ മേലെ അർഹതയും യോഗ്യതയുമുള്ള റബ്ബുണ്ട് എന്ന് അവൻ അറിയാമെന്ന് പറയും. വീണ്ടും ആ അടിമ പാപം ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയും, എന്നിട്ട് പറയും, ഇഅ്മൽ മാ ശിഅത ഫഖദ് ഗഫർതു ലക്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. അത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ഇനി ചെയ്തോ എന്നല്ല അതിന്റെ ഉദ്ദേശം. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൗബ ചെയ്യുന്നിടത്തോളം കാലം അവൻ ഖൈറിലാണ്, തൗബ ചെയ്യുന്നിടത്തോളം കാലം അവൻ ഖൈറിലാണ്. പക്ഷേ പാപങ്ങളിൽ മുഴുകിയാൽ ഒരടിമക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം അവന് തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടാവൂല എന്നുള്ളതാണ്. അവന് നിരാശ വരും അള്ളാഹുവിൽ. അതോടുകൂടി പിശാചിന് അവന്റെ മേലെ പൂർണ്ണമായ അധികാരം ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾക്ക് പാപങ്ങൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ഏതൊരു മനുഷ്യനും അടിമക്കും പാപം സംഭവിക്കും. ഒരിക്കലും പാപം സംഭവിക്കാത്തവനാണ് മനുഷ്യൻ എന്നല്ല പറയുന്നത്. എല്ലാ മനുഷ്യരും പാപം സംഭവിക്കുന്നവരാണ്. പക്ഷേ അതിൽ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് ഏറ്റവും ഹൈറായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തൗബ ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവരുത്. തൗബ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാലോ സിദ്ഖോട് കൂടിയായിരിക്കണം. ആ പാപം അവസാനിപ്പിച്ച് അതിൽ വളരെ ഖേദം. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ നെദ്മാണ്. അതായത് ആ പാപം ചെയ്തല്ലോ എന്നുള്ള ഖേദം ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് തൗബ. പ്രത്യേകിച്ച് അവൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി, അവൻ വേറൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി, ഞാൻ ആ പാപം ചെയ്തല്ലോ, അള്ളാഹുവിനെ ധിക്കരിച്ചല്ലോ എന്നുള്ള ഖേദം അവന്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് തൗബ കൊണ്ടുള്ള ഉദ്ദേശം. അതാണ് തൗബ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ അതുണ്ടാവുക, ഇനി ഒരിക്കലും ഞാൻ മടങ്ങില്ല എന്ന് ദൃഢമായ നിശ്ചയം കൽബിലെടുക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയാ, അള്ളാഹ് എനിക്ക് പറ്റിപ്പോയി. ഇഅ്തിറാഫു ദംബ്, പാപങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് ഒരു അടിമ പാപം അംഗീകരിക്കുക എന്നുള്ളത്. അപ്പൊ അംഗീകരിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റമളാനിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഇബാദത്തുകൾ ലദ്ദത്തും കിട്ടുള്ളൂ. ആളുകളുടെ മുമ്പിൽ ചിലപ്പോൾ നമ്മള് ഖിയാമുൽ ലൈൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ടാവും, റമളാനില് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവും, കുറെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാവും. ആളുകൾ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും അവൻ കുറെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ നമുക്ക് അതിലൊരു അംശം പോലും നമുക്കതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു രാത്രി നിസ്കരിക്കാൻ നിന്നാൽ പോലും അതിന്റെ ആസ്വാദനം നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. ഒരായത്തിന്റെ ഖുർആൻ പാരായണം പോലും അതിലൊരു ലദ്ദത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. ആ അവസ്ഥയിലാകാൻ പാടില്ല. ഇബാദത്തുകൾ ചെയ്യണം, അത് ലദ്ദത്തോടുകൂടി ആ ഇബാദത്ത് കൊണ്ട് ലഭിക്കേണ്ട ആസ്വാദനം ലഭിക്കുന്ന അവസ്ഥയിലുമായിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, റമളാനിലേക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മഅരിഫതു ശറഫിസ് സമാൻ, സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. സമയത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും വിലയും ഖീമത്തും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, പൊതുവെ സമയം ആയുസ് എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ വിലയും അതിന്റെ മഹത്വവും അതിന്റെ ഷറഫും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സമയം, ആ സമയം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനു പുറമെ റമളാൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മഹത്തായിട്ടുള്ള ഈ അവസരവും മനസ്സിലാക്കണം. ഒന്നാമത്തേത് സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത്, നമുക്കുള്ള ഏറ്റവും വിലപിടിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ്. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നരകാവകാശികളാവട്ടെ സ്വർഗാവകാശികളാവട്ടെ അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദുനിയാവിലേക്ക് മടങ്ങാനാണ്. നരകാവകാശികൾ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അവർ പറയും, ഞങ്ങൾ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഞങ്ങൾ നന്നായി ജീവിക്കാൻ ഒരു അവസരം നൽകണം. സ്വർഗാവകാശികൾ മടങ്ങാൻ ആഗ്രഹിക്കുന്ന എപ്പോഴാണ്? അവർക്ക് സ്വർഗത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ ഇനിയും ഇനിയും കൂടുതൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും സ്വർഗത്തിൽ അനുഗ്രഹമുള്ള ശുഹദാക്കൾ അവർ സ്വർഗത്തിൽ ഏറ്റവും സുഖ സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ?
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? അവർ പറയും ഞങ്ങൾക്ക് ഇനിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് എല്ലാം ഉണ്ടല്ലോ, ഇനി എന്തിനാ, ഞങ്ങൾ സ്വർഗത്തിലൂടെ പാറി പറന്ന് നടക്കുകയാണ്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ടല്ലോ. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അള്ളാഹു എന്തെങ്കിലും പറയാതെ ഞങ്ങൾക്ക് വിടൂലെന്ന് മനസ്സിലാവുമ്പോൾ അവർ പറയും ഞങ്ങളെ ഒന്നുകൂടി ദുനിയാവിലേക്ക് പറഞ്ഞയച്ച് ഒന്നുകൂടി ഷഹീദായിട്ട് ഞങ്ങൾക്ക് മരിച്ചു വരണം എന്നവർ പറയും. കാരണം കൂടുതൽ ആ പ്രതിഫലം നേടാം, അത്രേ അവർക്ക് വേണ്ടുള്ളൂ. അപ്പോ നമുക്കിപ്പോഴുള്ളത് ഈ സമയമാണ്. ഈ സമയം നമുക്ക് ഓരോരുത്തരും ചിന്തിക്കണം. ഒരിക്കല് സൽഫിൽപ്പെട്ട ഒരാൾ ഒരു ചെറുപ്പക്കാരനെ, ഒരു യുവാവിനെ ഉപദേശിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ യുവാവുമായിട്ട് ഒരു മക്ബറയിൽ പോയി. അങ്ങനെ ഒരു ഖബറിന്റെ അടുക്കൽ പോയിട്ട് യുവാവിനോട് ചോദിച്ചു, ഈ ഖബറിൽ കിടക്കുന്ന ആള് ഇപ്പൊ എന്താ ആഗ്രഹിക്കുന്നുണ്ടാവുക എന്ന് എനിക്കറിയോ ചോദിച്ചു. ഈ ഖബറിൽ കിടക്കുന്ന ആള് ഇപ്പോൾ എന്താ ആഗ്രഹിക്കുന്നുണ്ടാവുക? അപ്പൊ ഇയാള് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അയാളിപ്പോ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടി ദുനിയാവിലേക്ക് വന്ന് കുറച്ചുകൂടി കർമ്മങ്ങൾ ചെയ്യാം എന്നാവും ആഗ്രഹിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോ ഈ ഉപദേശിക്കാൻ വന്ന ആള് പറഞ്ഞു, ഇപ്പൊ നീ പറഞ്ഞ അവസരത്തിലാണ്, ഇപ്പൊ നീ അവൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നീ ഉള്ളത്. അതുകൊണ്ട് നീ എന്തു ചെയ്യുക, അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന് ആ വ്യക്തി ഉപദേശിക്കേണ്ടായി. അപ്പൊ നമുക്കുള്ള ഈ സമയം എന്നുള്ളത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാത്തൊരു കാര്യമായിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് കാണാം, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജ്ലി വലം യസ്ദദ് ഫീഹി അമലി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു കാര്യത്തിലും നിരാശപ്പെട്ടിട്ടില്ല. ഏതുപോലെ ഒരു ദിവസം എന്നിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചു പോയി, എന്റെ ആയുസ്സിൽ ആ ദിവസം കുറഞ്ഞു, അത് തീർന്നു, പക്ഷേ എന്റെ അമലിൽ ഒന്നും കൂടിയിട്ടുമില്ല. എന്റെ ആയുസ് കുറയുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതിനേക്കാൾ ഒരു കാര്യത്തിലും ഞാൻ എത്രയധികം ഖേദിച്ചിട്ടില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കാണ്, ഇളാഅത്തുൽ വഖ്ത് അശദ്ദു മിനൽ മൗത്ത്. മരണത്തിനേക്കാൾ കഠിനമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള കാര്യമാണ് സമയം പാഴാക്കുക എന്നുള്ളത്. സമയം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാതെ പാഴാക്കുക എന്നുള്ളത്. എന്നിട്ട് പറയാൻ, കാരണം സമയം നീ പാഴാക്കുക എന്നുള്ളത് അള്ളാഹുവിനെ തൊട്ട് നിന്നെ മുറിച്ചു കളയുന്ന, അള്ളാഹുമായിട്ടുള്ള ബന്ധം തകർത്ത് കളയുന്ന കാര്യമാണ്. വദ്ദാരിൽ ആഖിറ, പരലോകമായിട്ടും പരലോകത്ത് നേടിയെടുക്കേണ്ട ഒഴിവു സമയവുമാണ്. ഇപ്പൊ നമുക്ക് അൽഹംദുലില്ലാ ആരോഗ്യം ഉണ്ടാവും, പ്രത്യേകിച്ച് യുവത്വം, ചെറുപ്പം എന്നുള്ള സമയം. രണ്ട്, ധാരാളം ഒഴിവു സമയം ഉണ്ടാവും. കുറച്ചു കഴിഞ്ഞ് കുടുംബം, കുട്ടികൾ, ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം കൂടുതലായി വരുംതോറും തിരക്കുകൾ നമ്മൾ കൂടും, സ്വാഭാവികമായിട്ട് കൂടും. അത് അള്ളാഹുവിന്റെ സുന്നത്താണ് ഈ ഭൂമിയിലുള്ളത്. അങ്ങനെയുള്ള അതുപോലെയുള്ള തിരക്കുകൾ കൂടുന്ന അവസ്ഥയുണ്ടാകും. അപ്പോ ഈ രണ്ട് അവസരം ഇപ്പോൾ നമുക്കുണ്ടായിരിക്കെ ആ അവസരങ്ങളെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. ഇത് പൊതുവായിട്ടുള്ള സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പൊതുവായിട്ടുള്ള കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, റമളാനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴോ, ഒരു വർഷത്തിൽ ഒരു മാസം റമളാനിന്റെ രാപ്പകലുകൾ ലഭിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിലെ വളരെ നിർണായകമായിട്ടൊരു കാലമാണത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു അശ്രദ്ധയിലോ അല്ലെങ്കിൽ അലസതയിലോ മറ്റുമായി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണത്. അതിനൊരു ഒറ്റ ഹദീസ് മനസ്സിലാക്കിയാൽ മതി, ഒരു ഒറ്റ ഹദീസ് കേട്ടാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വൽഹാ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, അന്ന റജുലൈനി മിൻ ബലിയിൻ ഖദിമാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാളുകൾ, ബലി എന്നുള്ള ഗോത്രമോ അതോ പ്രദേശമോ, അവിടെ നിന്ന് വന്ന രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നു. വകാന ഇസ്ലാമുഹുമാ ജമീഅൻ. ആ രണ്ടാളുകളും ഇസ്ലാം സ്വീകരിച്ചത് ഒരുമിച്ചിട്ടാണ്, മുസ്ലിം ആയത് ഒരുമിച്ചിട്ടാണ്. ഫകാന അഹദുഹുമാ അശദ്ദ ഇജ്തിഹാദൻ മിനൽ ആഖർ. അത് രണ്ടാളുകളിൽ ഒരാൾ മറ്റേ ആളെക്കാളും ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന, ഇബാദത്തുകൾ മുഴുകുന്ന, പരിശ്രമിക്കുന്ന ഒരാളാണ്. ഫഗസാ അൽ മുജ്തഹിദു മിൻഹുമാ ഫസ്തുഷ്ഹിദ. ആ രണ്ടാളുകളിൽ മറ്റേ ആളെക്കാളും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആള്, അയാൾ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഷഹീദായി കൊല്ലപ്പെടുകയും ചെയ്തു. ثم مكث الآخر بعده سنة ثم توفي. മറ്റേ ആള് വീണ്ടും ഒരു വർഷം ജീവിച്ചു, അതിനുശേഷം മരണപ്പെട്ടു. രണ്ടാളുകളും കണ്ടായിരുന്നു. قال طلحة بن عبيد الله رضي الله عنه പറയുകയാണ്, فرأيت في المنام بين أنا عند باب الجنة إذا أنا بهما.
ഞാനൊരു ദിവസം ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു, ഞാൻ സ്വർഗത്തിന്റെ മുൻപിലായിട്ട് നിൽക്കുന്നത്. അപ്പോ അവിടെ ഈ രണ്ടാളുകളുണ്ട്. സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ രണ്ടാളുകളും അവിടെ ഉണ്ട്. ഫഖറജ ഖാരിജുൻ മിനൽ ജന്ന, അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു. ഫഅദിന ലില്ലദീന തുവഫിയ അൽ ആഖിറ മിൻഹുമാ, രണ്ടാമത് മരിച്ച, ധാരാളം പരിശ്രമിക്കുന്നതോ ഷഹീദായി കൊല്ലപ്പെട്ട ആളല്ല, പിന്നെയും ഒരു കൊല്ലം ജീവിച്ച ആള്, ആ ആളോട് എന്ത് പറഞ്ഞു? സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു. ثم خرج فأذن للذي استشهد, പിന്നെ കുറച്ചു കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് വന്നിട്ട് ഷഹീദായി കൊല്ലപ്പെട്ട ധാരാളം ഇജ്തിഹാദ് ചെയ്ത ആളോട് സ്വർഗത്തിലേക്ക് കയറാൻ പറഞ്ഞു. ആദ്യം ഒരു വർഷം കഴിഞ്ഞ് മരിച്ച ആളാണ് സ്വർഗത്തിൽ കയറിയത്, പിന്നെ ആദ്യം മരണപ്പെട്ട ഷഹീദായി കൊല്ലപ്പെട്ട വ്യക്തിയോട് കയറാൻ പറഞ്ഞു. ثم رجع إلي, തുൽഹത്ത് ബിൻ ഉബൈദില്ല പറയാണ്, പിന്നെ എന്റെ അടുക്കിലേക്ക് വന്നു, സ്വർഗത്തിൽ നിന്ന് ആള് വന്നു പറഞ്ഞു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇർജി ഫഇന്നക ലം യഅനി ലക ബഅദു, നീ ഇപ്പോ തിരിച്ചു പോയിക്കോ, നിനക്കിപ്പോ വരാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ഫഅസ്ബഹ ത്വൽഹത്തു യുഹദ്ദിസു ബിഹിന്നാസ്, അങ്ങനെ രാവിലെ ആയപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു ആളുകളോട് പറഞ്ഞു, ഞാനിത് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു, നമ്മുടെ ഈ രണ്ടാൾക്കാൾ സ്വപ്നം കണ്ടു, ഇങ്ങനെയാണ് കണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞപ്പോ ഫഅജിബു ലിദാലിക്, ആളുകൾക്കൊക്കെ അത്ഭുതമായി. കാരണം എന്താണ്? നല്ല ഇജ്തിഹാദ് ചെയ്തിരുന്ന ഷഹീദായി കൊല്ലപ്പെട്ട ആളെക്കാൾ അത്രയും ഇജ്തിഹാദ് ചെയ്യാത്ത ഒരു കൊല്ലം കഴിഞ്ഞ് സാധാരണ മരണം മരിച്ച ഒരാൾ പ്രവേശിച്ചു എന്നുള്ളത് ആളുകൾക്കൊക്കെ അത്ഭുതമായി. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. വഹദ്ദസൂഹുൽ ഹദീസ, ഈ കാര്യം പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അയ്യി ദാലിക തഅജബൂൻ, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇതിൽ ഇത്ര അത്ഭുതം കൊള്ളുന്നത്? ഇതിൽ അത്ഭുതപ്പെടാൻ മാത്രം ഇതിൽ എന്താ ഉള്ളത് ചോദിച്ചു. ഫഖാലു, അപ്പൊ ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ കാന അശദ്ദ അർറജുലൈനി ഇജ്തിഹാദൻ തുമ്മ ഇസ്തുശ്ഹിദ, നോക്ക് റസൂലേ, ഈ രണ്ടാമത് കയറിയ ആള്, അയാൾ ഒന്നാമത്തെ ആളെക്കാളും രണ്ടാമത് കയറിയ ആള് ധാരാളം ഇജ്തിഹാദ് ചെയ്തിരുന്ന ഷഹീദായി കൊല്ലപ്പെട്ട ആളാണ്. വദഖല ഹാദൽ ആഖിർ, അവൻ അവസാനത്തിലാണ് കയറിയത്. അൽ ജന്നത ഖബ്ലഹു, പിന്നെ മറ്റേ ആള് അഥവാ അധികം ഇജ്തിഹാദ് ചെയ്യാത്ത ആള് ഇയാൾക്ക് മുമ്പായിട്ട് സ്വർഗത്തിൽ കയറിയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അലൈസ ഖദ് മകദ ഹാദാ ബഅദഹു സനതൻ, ആ രണ്ടാമത്തെ ആള് ആ മരിച്ചവന് ശേഷം ഒരു വർഷം ജീവിച്ചില്ലേ? ആളുകൾ പറഞ്ഞു, ബല, ജീവിച്ചിട്ടുണ്ട്. വഅദ്റക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദ്റക റമളാന ഫസാമ വസല്ല കദാ വകദാ മിൻ സജ്ദത്തിൻ ഫിസ്സന, അവനൊരു റമളാൻ കൂടി കിട്ടിയില്ലേ? ആ റമളാനിൽ അവൻ നോമ്പ് നോറ്റില്ലേ? ആ ഒരു വർഷം അവൻ നിസ്കരിക്കുക, ഇന്നാലിന്ന നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചില്ലേ എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, ബല, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, ഈ രണ്ടാളുകൾ തമ്മിൽ ആകാശഭൂമികൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തി. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു റമളാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റമളാനിൽ നോമ്പ് നോൽക്കാൻ സാധിക്കുക, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു അവസരമാണ്. അതൊരിക്കലും അലസതയിലോ അശ്രദ്ധയിലോ ആയിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. നമ്മൾ അതിന് തയ്യാറായി ഒരുങ്ങിക്കൊണ്ട്, സമയത്തിന്റെ വില, നമ്മുടെ ആയുസ് ജീവിതം എന്നുള്ള ഒരു കാര്യത്തിന്റെ വില തന്നെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞത്, നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം, അതിൽ റമളാൻ എന്നുള്ളത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ഒരു അവസരമാണ്, ഒരു സമയമാണ്. ഒരിക്കലും അതിൽ അശ്രദ്ധമായി തീരുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ മൂന്നാമത്തെ കാര്യം, സമയത്തിന്റെ വില മനസ്സിലാക്കുകയും അതിനെ ഗൗരവത്തിലെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുക. ഒരിക്കലും അനാവശ്യ സംസാരങ്ങളിൽ മുഴുകി, അനാവശ്യ കാര്യങ്ങൾ ചർച്ചകളിൽ മുഴുകി, രാത്രിയിൽ സംസാരിച്ചിരുന്ന് അല്ലെങ്കിൽ രാത്രിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നടന്ന് അങ്ങനെയൊന്നും റമളാനിനെ നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും അതിന്റെ ആ സമയത്തിന്റെ വില മനസ്സിലാക്കി, ഇനിയൊരു റമളാൻ എനിക്കുണ്ടാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ റമളാനിനെ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഹ്കാമു ഫിഖ്ഹി സിയാം, തഅല്ലമു അഹ്കാമി ഫിഖ്ഹി സിയാം, നോമ്പിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഫിഖ്ഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധിവിലക്കുകൾ എന്തെല്ലാമാണെന്ന് പഠിക്കുക എന്നുള്ളതാണ്.
നോമ്പിന്റെ വിധിവിലക്കുകൾ എങ്ങനെയാണ്, നോമ്പിന്റെ നിബന്ധനകൾ എന്താണ്, നോമ്പിന്റെ അർക്കാനുകൾ എന്താണ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്താണ്, എപ്പോഴാണ് നോമ്പ് ആരംഭിക്കുന്നത്, എപ്പോഴാണ് നോമ്പ് അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെ നോമ്പിന് നഷ്ടപ്പെട്ടു പോയാൽ എപ്പോഴാണ് വീട്ടേണ്ടത്, എങ്ങനെയാണ് വീട്ടേണ്ടത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങി നോമ്പുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള, ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ കർമ്മശാസ്ത്ര വിധിവിലക്കുകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അതിന് ധാരാളം ദർസുകൾ ഉണ്ടാകുന്നതാണ്. മർക്കസിൽ തന്നെ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ മാത്രമായിട്ട് ഒരു ദിവസം ബാഖവിസ്താന്റെ ദർസുണ്ട്, അടുത്ത ആഴ്ചയോ മറ്റോ ആയിട്ട് ഉണ്ട്. അപ്പോ ആ അഹ്കാമുകൾ നമ്മൾ പഠിക്കുകയും അത് കൃത്യമായി മനസ്സിലാക്കുകയും, നോമിന്റെ വിധിവിലക്കുകൾ പഠിക്കാത്തതിന്റെ കാരണത്താൽ ചില ആളുകൾക്ക് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാലത്തുള്ള ഇഞ്ചക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ അത് ചിലപ്പോൾ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ നോമ്പ് മുറിയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കും, ഇനി അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നോമ്പ് മുറിക്കും. അപ്പൊ എപ്പോഴാണ് പറ്റുക, എപ്പോഴാണ് പറ്റാണ്ടത്, അല്ലെങ്കിൽ യാത്രയിലോ രോഗത്തിലോ ആയിരിക്കും. പക്ഷെ നോമ്പ് ഒഴിവാക്കാൻ അനുവദനീയമായിട്ടുള്ള ഉദറാണോ അല്ലയോ എന്നറിയാത്തത് കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ പല രീതിയിൽ ആളുകൾ മാറാറുണ്ട്. അപ്പോൾ അത് ഇതിന്റെ അഹ്കാമുകളെ കുറിച്ചുള്ള അറിവില്ലായ്മയും അതുമായി ബന്ധപ്പെട്ട് പഠിക്കാത്തതിന്റെയും കേൾക്കാത്തതിന്റെയും ഒക്കെ അവസ്ഥയാണ്. അപ്പോ ആ കാര്യങ്ങൾ പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും എല്ലാം വേണം. അടുത്ത കാര്യം, നോവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തഅവീദുൻ നഫ്സ്, നഫ്സിനെ പരിശീലിപ്പിക്കുക. എന്തിലൊക്കെ? അലസിയാം വൽ ഖിയാം, നോമ്പിന്റെ മേലെ, രാത്രിസ്കാരത്തിന്റെ മേലെ, കസ്റത്ത് തിലാവ, ധാരാളം ഖുർആൻ പാരായണത്തിന്റെ മേലെ. റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ റമളാനിൽ അമലുകളിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, നോമ്പ് എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ രാത്രി നിസ്കാരം എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് റമളാനിൽ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കർമ്മങ്ങളാണ്. പിന്നെ സ്വതക്കയുണ്ട്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ശരീരം ഒന്നുകൂടി ഒരുങ്ങേണ്ട കാര്യങ്ങൾ ഈ 3 ആയിരിക്കും. അതായത് ശരീരത്തിന് കുറച്ചുകൂടിയും പരിശീലനം ലഭിക്കേണ്ട കാര്യങ്ങൾ, ശരീരം എന്ന് ഉദ്ദേശിച്ചത് മനസ്സിനും ശരീരത്തിനുമെല്ലാം പരിശീലനം ലഭിക്കേണ്ട കാര്യങ്ങൾ ഈ 3 ആയിരിക്കും. ഒന്നാമത്തെ നമ്മൾ പറയാം അസ്സിയാം എന്നുള്ളത്, നോമ്പ് എന്നുള്ളത്. നോമ്പ് എന്നത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ശ്രേഷ്ഠതയുള്ള, പ്രത്യേകതയുള്ള, മഹത്തരമായിട്ടുള്ള ഒരു ഇബാദത്താണ്. മറ്റുള്ള ഇബാദത്തുകളെക്കാളെല്ലാം വ്യത്യസ്തത അള്ളാഹു തന്നെ നൽകിയിട്ടുള്ള ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. ഒരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസായിട്ട് അള്ളാഹു തആല പറയാണ്, കുല്ലു അമലി ഇബ്നി ആദം ലഹു ഇല്ല സിയാം, എല്ലാ മനുഷ്യന്റെ കർമ്മങ്ങളും അവന് അതുകൊണ്ട് ചില നേട്ടങ്ങളുണ്ട്, അവനതുകൊണ്ട് ചില നേട്ടങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ട് ആ ഇബാദത്തുകൾ കൊണ്ട്. എന്നാൽ നോമ്പൊഴികെ ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി, അതവൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ഞാൻ അവന് പ്രതിഫലം നൽകും. എല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യലല്ല നോമ്പിലുള്ളത്. അതായത് ഒരു കർമ്മം എന്ന് പറയുമ്പോ പ്രത്യേകമായിട്ടൊന്നും ചെയ്യലും ഉണ്ടാവും, ഒഴിവാക്കിക്കൊണ്ടുള്ളതുണ്ടാവും. മനുഷ്യന് 2 തരത്തിലുള്ള ശക്തിയാണ് ഉണ്ടാവുക. ഒന്നൊരു കാര്യം ചെയ്യാനുള്ളതും ഉണ്ടാവും, ഒരു കാര്യം ഒഴിവാക്കി പിടിച്ചു നിൽക്കാനുള്ളതുണ്ടാവും. പക്ഷെ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിസ്കാരം പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഹജ്ജോ ഉംറയോ പോലെ തവാഫോ സഅയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. നോമ്പിന് എന്ത് ചെയ്യേണ്ടുള്ളൂ? സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഭക്ഷണം, പാനീയങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധം, അതുപോലുള്ള കാര്യങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക്, വളരെ കുറഞ്ഞ, താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു സമയത്തേക്ക് അതെല്ലാം ഒന്ന് ഒഴിവാക്കണം. അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് അതിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ റുക്നുകളോ അർക്കാനുകളൊക്കെ എല്ലാം വളരെ കുറവാണ്, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോ വളരെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ലാത്തൊരു കർമ്മമാണ്. പക്ഷെ അത് ഒഴിവാക്കുക എന്നുള്ളത് അത് അവനും അള്ളാഹുമായിട്ടുള്ള ആ ബന്ധത്തെ അറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാൾക്കും അറിയില്ല ഇവന് നോമ്പുണ്ടോ ഇല്ലേ ഒന്നും ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അധികം റിയാ ഇല്ലാതെ ആളുകൾ അറിയാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. അള്ളാഹു പറയാണ്, ഞാൻ അവന് പ്രത്യേകം അതിന് പ്രതിഫലം കൊടുക്കും. എന്നിട്ട് പറയാൻ വസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് എന്നുള്ളത് വെറും ഒരു ഇബാദത്തിന് അതിന്റെ അപ്പുറത്തേക്ക് ഒരു പരിചയമാണ്. അവന്റെ ഇച്ഛകളെ തൊട്ട് ഹറാമുകളെ തൊട്ട് നരകത്തിന് മുമ്പിൽ എല്ലാം ഒരു പരിചയമായി തീരുന്ന ഇബാദത്താണ് നോമ്പ്.
നോമ്പെടുത്ത് അറിയാം. നോമ്പെടുത്ത് ശീലമായി കഴിഞ്ഞാൽ ഹറാമുകളോടുള്ള, പ്രത്യേകിച്ച് യുവാക്കൾക്ക് അവർ തെറ്റിലേക്ക് വീഴുന്ന പല കാര്യങ്ങളോടും താല്പര്യം കുറഞ്ഞ് അവരെ സ്വന്തം നഫ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. എന്നിട്ട് പറയാണ് വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നിങ്ങൾ നോമ്പുകാരനായിരിക്കുമ്പോൾ മ്ലേച്ഛമായ സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ വഴക്കുകൂടലുകളോ അതുപോലെയുള്ളതൊന്നും നിങ്ങൾ സംഭവിക്കാൻ നോക്കണം. ഫൈൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ. ആരെങ്കിലും നിന്നെ വന്ന് ആക്ഷേപിക്കുകയോ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പറയുക ഞാൻ നോമ്പുകാരനാണ്. എന്നിട്ട് പറഞ്ഞു വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലാഹുവാണ് സത്യം. ലഖുലൂഫു ഫമിസ്സായിം അത്യബു ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്ക്. ഒരു നോമ്പുകാരന്റെ വായിൽ നിന്നുള്ള ഗന്ധം ഒരു വളരെ സുഗന്ധമുള്ള ഒരു മസ്കിനേക്കാൾ, ആ ഗന്ധത്തേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ വിശിഷ്ടമാണ്. ലിസ്സായിമി ഫർഹതാനി യഫ്റഹുമാ. ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്, ആ രണ്ടിലും അവൻ സന്തോഷിക്കുന്നു. ഒന്ന് ഇദാ അഫ്തറ ഫരിഹ, വൈകുന്നേരം വരെ ആ നോമ്പ് നോമ്പ് തുറക്കുന്ന അവസ്ഥയിൽ ശരീരത്തിന് ഭക്ഷണവും വെള്ളം കിട്ടുമ്പോഴുള്ള സന്തോഷം, മനസ്സിന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു എന്നുള്ള സന്തോഷം. രണ്ടാമത്തേത് വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, ആ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി അത് മുഖേന അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അതുകൊണ്ടും അവൻ സന്തോഷിക്കും. ദുനിയാവിലൊരു സന്തോഷം, പരലോകത്തൊരു സന്തോഷം. അപ്പൊ നോമ്പ് എന്നുള്ളത് മറ്റുള്ള ഇബാദത്തുകളെക്കാൾ പ്രത്യേകമായിട്ടുള്ള ഒരു ഇബാദത്താണ്. ഒരിക്കൽ അബു ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ചോദിച്ചു, മുർനി ബിഅമലിൻ, റസൂൽ എനിക്ക് ഒരു കർമ്മം കൊണ്ട് നിങ്ങൾ എന്നെ കൽപ്പിക്കണം, ഒരു കർമ്മം ഞാൻ ചെയ്യേണ്ട ജീവിതത്തിൽ പകർത്തേണ്ടത് പറയണമെന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹു. നീ നോമ്പ് നോറ്റോ, നോമ്പിനോളം ഒപ്പം നിൽക്കുന്ന വേറൊരു കർമ്മമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്ന് വീണ്ടും ചോദിച്ചു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക ബിസ്സൗം, നീ നോമ്പ് നോറ്റോ എന്ന് പറഞ്ഞു. വീണ്ടും മൂന്നാമത്തെ ദിവസം വന്ന് ചോദിച്ചു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു, അതുപോലെ മറ്റൊന്നില്ല, അതുകൊണ്ട് നീ ധാരാളം നോമ്പ് നോറ്റോ എന്ന് ആ സ്വഹാബിയോട് പറയുകയുണ്ടായി. അപ്പോ ഇവിടെ നോമ്പ് നോറ്റ് ശരീരത്തിനെ പരിശീലിപ്പിക്കണം. റമളാന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ള കാര്യമാണ്. നമ്മളിപ്പോ ഏതാ മാസത്തിലുള്ളത്? ഷഅബാനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഇല്ലാ റമളാൻ വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫി ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലല്ലാതെ മുഴുവൻ നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശഅബാന് പോലെ ധാരാളം നോമ്പ് നോൽക്കുന്ന വേറൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഉസാമ റളിയല്ലാഹു അൻഹുക്കെ ഇതുപോലെ ഹദീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ റമളാൻ ഇന്ന് ഏകദേശം 11-12 ആയിട്ടുണ്ട്. നമ്മൾ എത്ര നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിച്ചു? നമ്മൾ എത്ര നോമ്പ് റമളാൻ എന്താ പറഞ്ഞു? ശഅബാൻ 11-12 ആയിട്ടുണ്ട്. നമ്മളൊന്ന് സ്വയം നമ്മൾ ചിന്തിച്ചു നോക്കുക. ഓരോരുത്തർക്കും ഉദറുള്ളവരെ പറ്റിയിട്ടല്ല കേട്ടോ, നല്ല ആരോഗ്യമുള്ള ശേഷിയുള്ള ആളുകളെ പറ്റിയിട്ടാണ്, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളെ പറ്റിയിട്ടല്ല. നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. എനിക്ക് കഴിവ് ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് ശേഷിയൊക്കെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്താണ് നാളെ പരലോകത്തേക്ക് നാം ഒരുക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ സ്വന്തത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഈ ശഅബാൻ ഇത്രയധികം നോമ്പ് നോറ്റിയെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് റമളാന് വേണ്ടി ശരീരത്തെ ഒന്ന് ഒരുക്കാനാണ്. നോമ്പ് നോറ്റ് ശരീരത്തെ ഒന്ന് ഒരുക്കി പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അപ്പോൾ നോമ്പ് നോൽക്കേണ്ട ഒരു മാസമാണ് ശഅബാൻ. അത് ആദ്യം മുതലാണ് ചെയ്യേണ്ടത്. 15 ശേഷം, റമളാൻ പകുതിക്ക് ശേഷം നോമ്പ് നോറ്റ് സാധാരണ ശീലമില്ലാത്ത ആളുകൾ പ്രത്യേകമായി നോമ്പ് നോറ്റ് തുടങ്ങുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. തീരെ ശീലമില്ലാത്ത ആളുകൾ 15 ശേഷം പ്രത്യേകമായി തുടങ്ങുക എന്നുള്ളത് റമളാനിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാനാണത് കാരണമാവുക എന്ന നിലക്ക്. അല്ലാതെ നോമ്പ് നോറ്റ് ശീലമുള്ള ആളുകൾക്ക് 15 ശേഷവും നോൽക്കാവുന്നതാണ്. അപ്പോ ഒന്നാമത്തെ നമ്മൾ സ്വന്തത്തെ പരിശീലിപ്പിക്കേണ്ടത് നോമ്പ് നോറ്റുകൊണ്ടാണ്. ഐച്ഛികമായ നോമ്പ് ഓരോരുത്തരുടെയും കഴിവിന്റെയും ത്വാഖത്തിന്റെയും അടിസ്ഥാനത്തിൽ ചെയ്യുക. രണ്ടാമത്തേത് അൽ ഖിയാം, രാത്രി നിസ്കാരത്തെ നിസ്കരിച്ചുകൊണ്ട് പരിശീലിപ്പിക്കുക. പറയാം, ചില ആളുകൾ, ധാരാളം ആളുകൾ, അവർക്ക് റമളാനിൽ മാത്രമാണ് രാത്രി നിസ്കാരം, തറാവീഹ് എന്നുള്ളത് റമളാനിലെ മാത്രമായിട്ടുള്ള ഇബാദത്താണ്, രാത്രിയിൽ അപ്പോൾ മാത്രം നിസ്കരിച്ചാൽ മതി എന്ന നിലക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട്.
അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല അതിരുന്ന ഒരു സുന്നത്തായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് രാത്രി നിസ്കാരം. എന്തെങ്കിലും കാരണത്താൽ രോഗമോ മറ്റോ ബുദ്ധിമുട്ടുകളായിട്ടോ നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പകലിൽ അതിനെ ഖളാ വിട്ടുമായിരുന്നു. ഇരട്ടിയായി അഥവാ ഒറ്റയായിട്ടാണ് രാത്രി നിസ്കരിക്കുക. അതിനോടൊപ്പം ഒരു റക്അത്ത് കൂടി കൂടുതലായി നിസ്കരിച്ച് ഇരട്ടയായിട്ട് പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ സമയത്ത് അത് ഖളാ ആയി നിസ്കരിക്കുമായിരുന്നു. അപ്പോ എപ്പോഴുമുള്ള നിസ്കാരമാണ് രാത്രി നിസ്കാരം. അപ്പോ റമളാന് മുമ്പ് ആയിക്കൊണ്ട് രാത്രിയിൽ നിന്ന് അല്പം നിന്ന് നിസ്കരിച്ച് നമ്മുടെ സ്വന്തത്തെ അതിനുവേണ്ടി ഒരുക്കാൻ നമ്മൾ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരം മുറുകെ പിടിക്കുക. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലക്കും, അത് നിങ്ങളുടെ മുൻപുള്ള സ്വാലിഹീങ്ങളുടെ ശീലമായിരുന്നു. അവരൊഴിവാക്കാതെ അവർ മുറുകെ പിടിച്ചിരുന്ന ശീലമായിരുന്നു. വഖുർബത്തുൻ ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യമാണത്. അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടോ, രാത്രിയിൽ ഒരു അല്പസമയം അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ നമ്മൾ ശീലമാക്കുക. വമൻഹാത്തുൻ അനിൽ ഇസ്ം, പാപങ്ങളിൽ നിന്ന് തടയുന്ന ഒരു കാര്യമാണ് രാത്രി നിസ്കാരം. ചില പാപങ്ങൾ നമ്മൾ തുടർച്ചയായി സ്ഥിരമായി നമ്മളിൽ സംഭവിക്കുന്നതാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ രാത്രി നിസ്കാരം ശീലമാക്കി നോക്കൂ. ആ പാപങ്ങളിൽ നിന്നൊരു തടസ്സം നമുക്ക് അനുഭവപ്പെടും. വതക്ഫീറുൽ ലിസയ്യിആത്ത്, ഇനി ചെയ്തു പോയ പാപങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തമാണ് രാത്രിയിൽ നിസ്കരിക്കുക എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാത്രി നിസ്കാരത്തിന്റെ ഫള് ധാരാളമാണ്. അപ്പോൾ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച് ശീലമാക്കുക എന്നുള്ളത് നോമ്പിന് മുമ്പ് നമ്മൾ ശരീരത്തെ ഒരുക്കേണ്ടതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് കസ്റത്തു തിലാവ, ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്, അത് അധികരിപ്പിക്കുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും ഓരോ ദിവസത്തിലും ഖുർആനിന്റെ ഇത്ര ഭാഗം പാരായണം ചെയ്യുക എന്നൊരു ഹിസ്ബ് ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശീലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കാറില്ല. ഒരു കൃത്യഭാഗം ഖുർആനിൽ പാരായണം ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശീലമായി നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഓരോ ആളുകൾ വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് ഓതി ശീലം ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ ഒരു പേജ് ഓതുമ്പോ തന്നെ വളരെയധികം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത്ര വെയ്ക്കുള്ളൂ ചില ആളുകൾക്ക്. എന്നാൽ ഓതി ശീലമുള്ള ആളുകൾ 2 പേജോ 5 പേജോ അര ജുസോ 1 ജുസോ 2 ജുസോ 3 ജുസോ എത്രയാണോ സാധിക്കുക അത്രയെല്ലാം പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ പാരായണം ചെയ്യുന്ന ഹിസ്ബിനേക്കാൾ ശഅബാനിലൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം, കൂടുതലായിട്ട് പാരായണം ചെയ്യണം. സാധാരണ പാരായണം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ ഒക്കെ ആയിട്ട് പാരായണം ചെയ്യുക. കാരണം ശഅബാൻ സലഫുകൾ പറഞ്ഞിരുന്ന മറ്റൊരു പേരെന്താണ്, ഷഹ്റുൽ ഖുർആ, ഖുർആൻ പാരായണക്കാരുടെ മാസം എന്നാണ്. സലഫുകളിൽ ധാരാളം ആളുകൾ അവരുടെ കച്ചവടത്തിന്റെ സമയത്തിൽ നിന്ന് ഇപ്പൊ രാത്രി ഒരു 8 മണി വരെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രി ഒരു 8 മണി വരെ കട തുറക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 6 മണിക്ക് തന്നെ കട അടച്ചിട്ട് ഒരു ഖുർആൻ പാരായണം ചെയ്യാൻ മാറിയിരിക്കുമായിരുന്നു. ഈ സമയം കൃത്യമായിട്ട് വന്നതല്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവരവരുടെ കച്ചവടത്തിന്റെ സമയം കുറച്ചിട്ട് അവർ ആ സമയം കൂടി ഖുർആൻ പാരായണം ചെയ്യാൻ എടുത്തിരുന്ന ഒരു മാസമായിരുന്നു ശഅബാൻ എന്നുള്ളത്. അപ്പൊ ഷഹ്റുൽ ഖുർആനിൽ ഖുർആൻ പാരായണത്തിൽ കൂടുതൽ സമയം നമ്മൾ ശ്രദ്ധിക്കുകയും ആ സമയം കൂടുതൽ ഖുർആൻ പാരായണം വേണ്ടി ഒഴിഞ്ഞെടുക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് റമളാനിൽ അതിന്റെ ഒരു ശീലമായതുകൊണ്ട് തന്നെ കൂടുതൽ പാരായണം ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ സ്വന്തത്തെ പരിശീലിപ്പിക്കണം. അവസാനമായി റമളാനിന് ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അൽ മുസാബഖ, മത്സരിക്കുക എന്നുള്ളതാണ്. ഇബാദത്തുകളിൽ മത്സരിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെ എന്നെ പോലെ തന്നെയാണല്ലോ, ഇത്രയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് തോന്നും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷെ നമ്മൾ ആരായിട്ടാണ് മത്സരിക്കേണ്ടത്? ആരോടാണ് നമ്മളെ താരതമ്യം ചെയ്യേണ്ടത്? നമ്മൾ സലഫുകളുമായിട്ടാണ് നമ്മെ താരതമ്യം ചെയ്യേണ്ടത്. നമ്മുടെ മുൻഗാമികൾ അവരെങ്ങനെയായിരുന്നു ഇബാദത്തുകൾ ചെയ്തിരുന്നത്, അവരെങ്ങനെയായിരുന്നു റമളാനിനെ മുതലെടുത്തിരുന്നത്, അവരെങ്ങനെയായിരുന്നു ആ ഇബാദത്തുകൾ മുന്നിട്ടിരുന്നത് എന്ന് ശരിക്കും പരിശോധിക്കണം. എന്നിട്ട് അതനുസരിച്ച് ഒരു മത്സരം തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ ധൃതിപ്പെട്ടു വരിക,
നിങ്ങൾ ധൃതിപ്പെട്ടു വരിക അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നിടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലും റസൂലും വിശ്വസിക്കുന്ന അടിമകൾക്ക് ഒരുക്കിയിട്ടുള്ള ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും നിങ്ങൾ മുന്നിടുക, ധൃതിപ്പെടുക, മത്സരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. അപ്പൊ എന്ത് ചെയ്യണം? ധാരാളമായിട്ട് ഇബാദത്തുകളിൽ മുന്നിടുന്ന മത്സരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. വുഹൈബ് ഇബ്നുൽ വറദ് റഹിമഹുല്ലാ സലഫുകളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, ഇനിസ്തതഅത അല്ലാ യസ്ബിഖക ഇലല്ലാഹി അഹദുൻ ഫഫ്അൽ. അള്ളാഹുവിലേക്ക് നിന്നേക്കാൾ വേറൊരാളും മുൻകടക്കാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക. നിന്നേക്കാൾ വേറൊരാൾക്കും അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ മുന്നിടാതിരിക്കാൻ, അഥവാ നീയാണ് ഏറ്റവും മുന്നിലെത്താൻ സാധിക്കുക എന്ന നിലക്ക് നിനക്ക് സാധിക്കുമെങ്കിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അതുപോലെ ബാക്കിയുള്ള കർമ്മങ്ങൾ കൊണ്ട്, നിയ്യത്തുകൾ കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട് എല്ലാം നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ആവുക എന്നുള്ളത്. അതായത് മത്സരിക്കുക, കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത്, ഖുർആൻ പാരായണം ചെയ്ത്, ദിക്റുകൾ ചെയ്ത് ഒരു മത്സര ബുദ്ധി ദീനിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാവുക. മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ വിഷയത്തിൽ ഒരു മത്സര ബുദ്ധി ഉണ്ടാവുക. റമളാനിന് വേണ്ടി ഈ റമളാൻ ഞാൻ അങ്ങനെ ആയിരിക്കും എന്നൊരു തീരുമാനം എടുക്കുക. അപ്പൊ ഇതുപോലെ ഈ പറഞ്ഞതുപോലെയുള്ള ചുരുക്കം ചില കാര്യങ്ങൾ അത് കൂടുതൽ ശ്രദ്ധിച്ച് ഗൗരവത്തിലെടുത്ത് സഹോദരങ്ങളെ, പാപമോചനത്തിന്റെ മാസമാണ് റമളാൻ, ക്ഷമയുടെ സ്വബറിന്റെ മാസമാണ് റമളാൻ, ഇജാബത്ത് ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന, പ്രത്യേകം ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന മാസമാണ് റമളാൻ. ആ റമളാനിൽ അതാ ലൈലത്തുൽ ഖദ്റുണ്ട്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന, വളരെയധികം നന്മകൾ നേടിയെടുക്കാവുന്ന ഒരു മാസമാണ് റമളാൻ എന്നുള്ളത്. ഒരിക്കലും അതിനെ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ഇതാ റജബ് കഴിഞ്ഞു. റജബ് എന്ന് പറഞ്ഞാൽ തന്നെ സലഫുകൾ പറയാറുണ്ട് വിത്ത് പാകുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ചില സലഫുകൾ കാറ്റ് പോലെയാണെന്ന് പറയും. ശഅബാൻ എന്ന് പറഞ്ഞാൽ അതിൽ കൃഷി നടത്തേണ്ട, അതിൽ വെള്ളം നനയ്ക്കേണ്ട, കാറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കാർമേഘം പോലെയാണ് ശഅബാൻ. റമളാൻ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ വിളവെടുക്കുന്ന, അല്ലെങ്കിൽ കാർമേഘം വന്ന് മഴ പെയ്യുന്ന, മഴ ലഭിക്കുന്ന കാലമാണ് റമളാൻ എന്നുള്ളത്. റജബ് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകും, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകും. ഇപ്പൊ നമ്മൾ ശഅബാനിലാണ്. ശഅബാനിലും ചിലപ്പോൾ ഇപ്പോഴും നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങാത്ത, ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയിലായിരിക്കും. പക്ഷെ ഇന്നു മുതൽ തന്നെ, അങ്ങനെ അശ്രദ്ധയിലായിട്ടുണ്ട് എങ്കിൽ ഇന്നു മുതൽ തന്നെ ഗൗരവത്തിൽ റമളാനിനെ കുറിച്ചുള്ള ചിന്തയിലും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളിലും നമ്മൾ ഓരോരുത്തരും ആവുക. ഏറ്റവും നല്ല രീതിയിൽ റമളാനിലേക്ക് പ്രവേശിക്കുക. അതിനേക്കാൾ ഉത്തമമായ രീതിയിൽ റമളാനിൽ നിന്ന് പുറത്തിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഏറ്റവും ഇബാദത്തുകൾക്കും അതുപോലെ തന്നെ സ്വീകരിക്കപ്പെടുന്ന ധാരാളം കർമ്മങ്ങൾക്കും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.